കൂപ്പകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. ഇവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഇവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തവൻ. ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും തമ്പുരാനെ ആരാധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ മാറോട് ചേർത്ത് പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ തന്നെ കാണാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. നീ കർത്താവിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നിന്റെ പ്രത്യാശയും അവിടുന്ന് തന്നെ ആയിരിക്കട്ടെ. കർത്താവിൽ ആശ്രയം വയ്ക്കുകയും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുകയാണ്. അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അതിൻ്റെ വേര് വെള്ളത്തിലാണ്. അതുകൊണ്ട് അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിനുൽക്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. കാരണം അതിൻ്റെ വേര് വെള്ളത്തിലാണ്. മക്കളെ, ജീവിതത്തിന്റെ ഒരു വേനൽക്കാലത്തെ നമ്മൾ ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതം കർത്താവിൽ വേരൂന്നിയാണ് ഇരിക്കുന്നതെങ്കിൽ, ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയെയും പ്രതികൂലങ്ങളെയും തടസ്സങ്ങളെയും സഹനങ്ങളെയും ഓർത്ത്, ആ വേനൽക്കാലത്തെ ഓർത്ത് നീ അസ്വസ്ഥപ്പെടേണ്ട. നിന്റെ വേര് കർത്താവിലാണെങ്കിൽ, നിന്റെ ജീവിതം കർത്താവിലാണ് വേരൂന്നിയിരിക്കുന്നതെങ്കിൽ, സങ്കീർത്തകൻ പറയുകയാണ്, പ്രവാചകൻ പറയുകയാണ്, അവന്റെ ഇലകള് എന്നും പച്ചയാണ്. എന്നും പച്ചയാണ്. എന്നും സമൃദ്ധി ഉണ്ടാകും. എന്ത് ചെയ്താലും അനുഗ്രഹിക്കപ്പെടും. എവിടെ പോയാലും കർത്താവ് നിന്നെ സംരക്ഷിക്കും. എവിടെയാണെങ്കിലും ദൈവത്തിന്റെ വലിയ കരുണ അനുഭവിക്കാനിട വരും. അതിൻ്റെ ഇലകളെന്നും പച്ചയാണ്. വരൾച്ചയുണ്ടായാലും വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മളെ കുറിച്ചാണ് പറയുന്നത്. വരൾച്ചയുടെ കാലത്ത് നമ്മൾ ഉത്കണ്ഠാകുലരാകുന്നുണ്ടോ? ജീവിതത്തിന്റെ ഏത് വരൾച്ചയുടെ കാലഘട്ടമാണ് നമ്മളെ ഉത്കണ്ഠതയിലേക്കും ആകുലതയിലേക്കും ഭയത്തിലേക്കും അസ്വസ്ഥതകളിലേക്കും ആത്മഹത്യ പ്രവണതകളിലേക്കൊക്കെ നമ്മളെ തള്ളിവിട്ടത്? നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഉത്കണ്ഠയുടെ കാലഘട്ടത്തിലാണ്? ഏത് വരൾച്ചയുടെ കാലഘട്ടത്തിലാണ്? സ്നേഹം വരണ്ടു പോയത് കൊണ്ടാണോ? ക്ഷമിക്കാൻ പറ്റാതെ പോയത് കൊണ്ടാണോ? വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണോ? ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചത് കൊണ്ടാണോ? വിശ്വാസ ജീവിതം താറുമാറായതുകൊണ്ടാണോ? മോനെ, നിന്റെ ജീവിതം ഉത്കണ്ഠാകുലമായ അവസ്ഥയിലേക്ക് എത്തിയത്? വരൾച്ചയുടെ കാലഘട്ടത്തിൽ പോലും അവന് ഉത്കണ്ഠയില്ല. കൂടാതെ എന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കും.
എപ്പോഴും ഫലം നൽകുന്ന ഒരു ജീവിതം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടില്ലേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന തണ്ടുകളുണ്ടല്ലോ, നല്ല ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവ് തരുന്ന ഫലങ്ങളുണ്ടല്ലോ, അത് തായ്തണ്ടിനോട് ചേർന്നിരിക്കുമ്പോഴേ പുറപ്പെടുവിക്കാൻ പറ്റൂ. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആത്മസംയമനത്തിന്റെ, ക്ഷമയുടെ, ദയയുടെ, നന്മയുടെ, കരുണയുടെ ഒക്കെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റണോ? തായ്തണ്ടിനോട് ചേർന്നിരിക്കണം. വരൾച്ചയുടെ കാലഘട്ടത്തിൽ നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റണോ? ഈ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റണോ? ശരീരത്തിന് വളർച്ചയുണ്ട്, രോഗം മൂലം നിന്റെ ശരീരം ഇങ്ങനെ വരൾച്ചയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും അകപ്പെട്ടിട്ട് നിന്റെ മനസ്സ് ഇന്ന് വരൾച്ചയുടെ കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. പോട്ടെ, ഈ അനുഭവത്തിലും മോളെ നീ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. മോനെ നീ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. നിന്നിലൂടെ അനേകരിലേക്കും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്കവിധം നിന്റെ വരൾച്ചയുടെ കാലഘട്ടത്തിലും നിന്റെ ജീവിതം കർത്താവിൽ വേരൂന്നിയിരിക്കട്ടെ. അവന്റെ സ്നേഹത്തിൽ ഉറപ്പിച്ച് നിർത്ത്. അവന്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അവന്റെ സംരക്ഷണത്തിൽ നീ സുരക്ഷിതയാണ് എന്ന് വിശ്വസിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. കർത്താവിന്റെ കരുതലും കർത്താവിന്റെ സ്നേഹവും നിന്നെ വഴി നടത്തട്ടെ. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണ് തുറന്ന് കർത്താവിനെ കണ്ടേ. നിന്റെ ഉത്കണ്ഠകളും നിന്റെ ആകുലതകളും നിന്റെ ജീവിതത്തിന്റെ വരൾച്ചയുടെ കാലഘട്ടവും നിന്റെ ജീവിതത്തിന്റെ എല്ലാവിധ വേനൽക്കാലത്തെയും കർത്താവിന് കൊടുക്കുക. നീ ഭയപ്പെടേണ്ടതില്ല. നിന്റെ വേനൽക്കാലത്ത്, നിന്റെ വരൾച്ചയുടെ കാലഘട്ടം ഒന്നും നീ പേടിക്കേണ്ടത്. ഇപ്പോഴും നീ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ആ കർത്താവിൽ നിന്റെ ഹൃദയം വേരൂന്നട്ടെ. ഇപ്പോ ആ യേശുവിലേക്ക് നിന്റെ ഹൃദയം ഇങ്ങനെ ഇറങ്ങട്ടെ, കർത്താവിന്റെ ഹൃദയത്തിലേക്ക്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണ് തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം എല്ലാ മക്കളും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, എന്റെ തോളിൽ ഞാൻ നിന്നെ വഹിക്കാം. ഈശോയെ നൊമ്പരങ്ങളെന്നും ഞാൻ അകറ്റാം. എന്റെ തോളിൽ ഞാൻ നിന്നെ വഹിക്കാം. നൊമ്പരങ്ങളെന്നും ഞാൻ അകറ്റാം. മുറിവുകളേറും മാനസത്തിൽ അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. മുറിവുകളേറും മാനസത്തിൽ അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ ഉടനവനരികിൽ അണഞ്ഞരുളി. ഭയം ഒരു നിമിഷവും തളരരുതേ. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയില്ല.
ഉറങ്ങുകില്ല, ഈശോയേ, മയങ്ങുകില്ല, കർത്താവേ, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കാരിസ്മയിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന.